അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. ആ രണ്ട് ആയത്തുകളാണ് 3-4 ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട് ഞാൻ കാവൽ തേടുന്നു. 3 അന്നാസ് 3 അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ജീവിതഘട്ടം ത്വഫല്, സബീ, ഷാബ്, ഷൈഖ്, കിബർ, ഇങ്ങനെയാണ് ചില മഹാന്മാർ എണ്ണിയത്. ത്വഫല് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. സബീ എന്ന് പറഞ്ഞാൽ 7 to 15 വരെ. ഷാബ് എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായ പ്രകാരം 15 മുതൽ 50 വയസ്സ് വരെ നീണ്ടുക്കും. അങ്ങനെ പരിഗണിക്കാണ് നല്ലതെന്നാ കുറെ ആൾക്കാർ ചെറുപ്പക്കാരെ കൊടുത്തു പോടും. അതുകൊണ്ടാണ് 50ന്റെ അവിടെ നിന്നാണ് കയറിയ പിന്നെ അറബിയിൽ ഷെയ്ഖ് എന്നാണ് പറയാ. വയസ്സെന്ന് അല്ല, ത്വരീഖത്തിന് ഷെയ്ഖ് എന്നല്ല, ഷെയ്ഖ് എന്നാണ് വയസ്സെന്നാണ്. 50 to 70 വരെ ഷെയ്ഖാണ്. 70 കഴിഞ്ഞാൽ പിന്നെ കിബർ, പടുവൃത്തൻ എന്നാണ്. ഇതിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അത് 1 വയസ്സ് മുതൽ ഏകദേശം 15 വയസ്സ് വരെ ഉള്ളതിനാണ് കുറിക്കുന്നത്. മലിക്കിന്നാസ് 15 to 50 വയസ്സ് വരെ ആ അന്നാസ്. ഇലാഹിന്നാസ് 50ന്റെ അവിടെ നിന്ന് ഇനി എത്ര ജീവിച്ചാലും അതുവരെയൊക്കെ ഇലാഹിന്നാസ് എന്നതിൽ അന്നാസാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കുട്ടികൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സ് വരെ എന്നാൽ അവർക്ക് തെർബിയത്താണ് ആവശ്യമുള്ളത്. തെർബിയത്ത്. അപ്പൊ അവിടെ റബ്ബിന്നാസ് എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെ കീഴ്പ്പെടുത്താൻ രാജാവിന്റെ കളി കളിക്കണം. അവിടെ മലിക്കിന്നാസ് എന്ന് പറഞ്ഞു. പിന്നെ ചെറുപ്പം കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പള്ളിയൊക്കെ വരും, സുജൂദ് ഓർമ്മ ഉണ്ടാവും, അള്ളാവില്ല എന്നൊക്കെ പറയും. കാലം കഴിഞ്ഞല്ലോ, നരമ്പൊക്കെ പൊന്തി, കണ്ണൊക്കെ ഉള്ളിലൊക്കെ വലിഞ്ഞു, തൊലിയൊക്കെ ചുളിഞ്ഞ്, മുടിയൊക്കെ നേർച്ച്. പിന്നെ ഒരു കുമ്പിട്ട് കണ്ട് ഒരു നടത്തുണ്ട്, കണ്ടുകണേ. ഒരു 60 കഴിഞ്ഞാൽ പിന്നെ കുമ്പിട്ടിട്ടാ നടക്കുക. അതിനെ കുറിച്ച് ഒരു സൂഫിയാറുണ്ട്, ചെറുപ്പകാലത്ത് നഷ്ടപ്പെട്ട യുവത്വം തെരഞ്ഞു നോക്കണമെന്നാണ്. പക്ഷെ എത്ര തെരഞ്ഞു നോക്കിയാലും കിട്ടൂല, അതാണ്. അപ്പൊ 50ന്റെ 70ന്റെ അവിടെ നിന്നൊക്കെ പിന്നെ അതാണ് അവസ്ഥ. അവിടെയാണ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ. അവിടെ വയസ്സന്മാരെ കുറിക്കാനാണെന്നാണ്. അപ്പോ മനുഷ്യ ജീവിതഘട്ടത്തിന്റെ എല്ലാം ഈ 3 ചെറിയ വാക്യത്തിൽ മേളിച്ചു അള്ളാഹു സന്നിവേശിപ്പിച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ് മീ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അവിടുന്ന് നമുക്ക് പറയാനുള്ളത് മീ ശർരിൽ വസ്വാസ്, ദുർബോധകന്റെ ഷർറിൽ നിന്ന് കാവൽ തേടുകയാണ്. ദുർബോധനം എന്ന് പറഞ്ഞാൽ വളരെ അപകടമാണ്. അതുകൊണ്ടാണ് 3 വട്ടം അള്ളാഹനെ പറഞ്ഞു. മനുഷ്യനെ മാറ്റിമറിക്കുന്നത്, നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവന്റെ മനസ്സിലെ ദുർബോധനവും സൽചിന്തയുമാണ്. സൽചിന്തയാണെങ്കിൽ നന്നായി, ദുർബോധനമാണെങ്കിൽ കെട്ടുപോയി. അത് കുത്തിവെക്കുന്ന ആളെ ഇബ്ലീസാണ്. ഖന്നാസ് എന്നാണ് അവനിവിടെ പേര് പറഞ്ഞത്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം എന്നതിനേക്കാണ് നല്ലത് ദുർബോധകൻ എന്ന് പറയലാണ്. ദുർബോധനം എന്നതിന് വസ്വസത്ത് എന്ന് പറയാ, സൽസലത്ത് എന്നൊക്കെ പറയും പോലെ വസ്വസത്ത്. വസ്വാസ് അതിന്റെ പേരെന്നെയാണ്, ദുർബോധകൻ. അവന്റെ ഒരു പണിയാണ് പിന്നെ പറഞ്ഞാൽ ഖന്നാസ്. ഖന്നാസ് എന്ന് അറബി പറഞ്ഞാല് സ്വയ്പാക്കി കണ്ട് മാറിക്കുക, പിന്നെയും സ്വയ്പാക്കുക, പിന്നെയും മാറിക്കുക. അതിനാണ് ഖന്നാസ് എന്ന് പറയാ. നമ്മളുണ്ടല്ലോ ആളെ ഒട്ടീസാക്കിയിട്ട് ഇങ്ങനെ തോണ്ടിയും കണ്ട് ഇങ്ങനെ മറിഞ്ഞിക്കണേ, പിന്നെയാണ്ട് ഒന്നും കൂടെ തോണ്ടും. ഇതിനാണ് ഈ ഖന്നാസ് എന്ന് പറയാ. എന്താ ശൈത്താന് പറയാൻ കാരണം എന്ന് വെച്ചാല് ഓനൊന്ന് കൽവിൽ വന്നിട്ടൊന്ന് ചൊറിഞ്ഞിട്ട് ദുർബോധനം നടത്തും, എന്നിട്ട് ഇങ്ങനെ മാറിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും ഇനി എപ്പോഴാ പോവെന്ന്. എന്നിട്ട് ഒന്നും കൂടി വരും, ഒഴിഞ്ഞു പോവില്ല. ഇത് കൽബൊന്നും ഒഴിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് ഈ കൽബ് തന്നെ പേര് വെക്കപ്പെട്ടത്. മറിയുന്ന സാധനമാണ്, ഒഴിഞ്ഞു പോവില്ല. എപ്പോഴും ശൈത്താൻ ഉണ്ടാവും. അങ്ങനെ വന്നു നോക്കും,
പക്ഷെ എന്തുണ്ട് അറിയോ? ഒഴിഞ്ഞു പോകും. ഇദാ ദക്കറല്ലാഹ മുഹമ്മദ് മുസ്തഫ, അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലാൻ തുടങ്ങിയാൽ ഓമെല്ലാം കണ്ട് ഒഴിഞ്ഞു പോകും. അവിടെ മഹാന്മാര് പറയുന്നത് ദിക്റ് ചെല്ലാൻ തുടങ്ങിയാൽ കൽബിൽ ഒരു പ്രത്യേകമായ പ്രകാശം ഉണ്ടാവുന്നതാണ്. ആ പ്രകാശം ഇബ്ലീസിന് തീരെ പറ്റൂല എന്ന് മാത്രമല്ല, അവന് ഭയങ്കര ചൂടാണെന്നാ. അപ്പൊ ഉള്ളോടത്തോ നിൽക്കൂല. അപ്പൊ ദിക്റ് ഇങ്ങനെ ചൊല്ലുന്ന മനുഷ്യനെ സ്വീപ്പാക്കാൻ വല്ലാതെ വരൂല. അപ്പൊ ഇവ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കും, എപ്പോഴാ ദിക്റ് നിക്കണെന്ന് ഇങ്ങനെ നോക്കും. നിന്ന് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വരും. ഇതാ ദക്കറല്ലാഹ ഖനസാന്ന് ഹദീത്ത് കാണാം. അവിടുന്നാണ് ഖന്നാസ് വന്നത്. അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലാൻ തുടങ്ങിയാൽ ഖനസ, ഓം പിന്മാറും, താഖറ പിന്മാറും. പിന്നെ ഇയാള് ദിക്റ് എപ്പോഴാണ് ഒഴിവാടുന്നത് അപ്പാണ് കയറി ചെല്ലും. അതുകൊണ്ടാണ് ചില മഹാന്മാർ അംഫാസിയ ദിക്റ് തുടങ്ങിയത്. എന്നാ പിന്നെ തീരെ വരൂല. അംഫാസിയ ദിക്റ് എന്ന് പറഞ്ഞാൽ ശ്വാസം ദിക്റാക്കി മാറ്റുക. അള്ളാന്നുള്ള ഇസ്മൻ അങ്ങനെയല്ലേ? നിങ്ങൾ നോക്കൂ, അള്ളാന്നുള്ളതിൽ അലിഫ് ലാം ഹാലുള്ളത്. ഇതിന് ചുണ്ടാനം കണ്ടല്ലോ, വേണ്ട നോക്കൂ. അല്ലാഹ് 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 ചുണ്ടാനം കണ്ട. കാരണം എന്താ? മരിക്കണമെന്ന് ചിലപ്പം ചുണ്ടാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് പറയാൻ കഴിയണം, നാവിട്ട് കളിക്കാൻ മതി. അല്ലാഹ്. അവിടെ മീമുണ്ടെങ്കിൽ ചുണ്ടാനം കാണാം, ബാ ഉണ്ടെങ്കിൽ കൂട്ടിമുട്ടണം, ബാ മീമ്. അലിഫ് ലാം ഹായിന് ചുണ്ടാനം കണ്ട ഉള്ളുന്ന നാവുമക്കൂടെ ഇട്ട് കളിച്ചിട്ട് കൊടുക്ക. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. കാരണം മരിക്കണമെന്ന് ചിലപ്പം ചുണ്ടാനങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് വെള്ളം തൊട്ട് കൊടുക്കണത്. എന്നാലും ഓൽക്ക് അള്ളാന്ന് പറയാൻ കഴിയും. അവ ലായിലാലല്ലേ മരിക്കണമെന്ന് കിട്ടേണ്ടതെന്ന്. അതിലും ഈ 3 അക്ഷരം ഉള്ളൂ, അലിഫ് ലാം ഹാ ഉള്ളൂ. ആവർത്തിച്ചാണ് 12 അക്ഷരങ്ങളുണ്ട്. പക്ഷെ ഈ 3 ആവർത്തിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ? ഇത് ചുണ്ടനക്കാൻ കഴിയാത്ത ആൾക്കും ഇത് പറയാൻ കഴിയണം. ഇത് ഉള്ളിലിട്ട് കളിച്ചിട്ട് പറയാ. ജൗഫിയാണ് അക്ഷരങ്ങൾ, ഷഫവി അല്ല. അല്ലാഹ് അല്ലാന്ന് പറയാ. സുബ്ഹാൻ. അങ്ങനെ അള്ളാഹ് സൗകര്യം ചെയ്ത് തന്നീലേ, ഇത്ര അള്ള സൗകര്യം ചെയ്ത് തന്നീലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ഇസ്മിനേറ്റ് ബന്ധല്ല എന്ന് പറഞ്ഞാല് എന്തിനാ പിന്നെ ചോറ് കഴിച്ച് കാറ്റും വിട്ട് നടക്കണേ നമ്മള്? പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മീൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്നാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സ്വീപ്പാക്ക മാറുക, സ്വീപ്പാക്ക മാറുക, സ്വീപ്പാക്ക മാറുക. അതാണ് അതിന്റെ ഒരർത്ഥം. ഇത് ഇബ്ലീസിന്റെ മെയിൻ പരിപാടിയാണ്. ഒഴിഞ്ഞു പോവില്ല. സ്വീപ്പാക്കാൻ വരും, ദിക്റിന്റെ സമയമാണെങ്കിൽ ഇങ്ങോട്ട് മാറും. ദിക്ർ കഴിഞ്ഞാൽ പിന്നെ വരും. അപ്പൊ എളുപ്പമുണ്ട്. എന്താ അറിയോ? അംഫാസെ ദിക്റാണ്ട് എടുക്കാൻ തുടങ്ങിയാൽ മതി. നാട്ടിൽ കയറില്ല, എന്നാ ഒന്നും വരില്ല, എന്നാ വരില്ല. പെട്ടെന്ന് എടുത്താൽ ശരിയാവൂലേ? നമ്മള് പെട്ടെന്ന് ഇപ്പത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങും. അതാണ്ടാല് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. നല്ല സുഖാണ്. എപ്പോ ശ്വാസം പിടിച്ചാലും ആ ശ്വാസത്തിനുള്ളിൽ ദിക്റുണ്ടാവും. പിന്നെ റൂഹ് സ്വർഗത്തിൽ നിന്ന് വിടുന്ന പട്ടിൽ പോഞ്ഞിട്ടാണ് ജിബ്രീൽ കൊണ്ടുപോവുക. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അതിനിങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്ത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. എന്നാ പിന്നെ അറിയാതെ അങ്ങനെ ആയിക്കോളും. ശ്വാസം ദിക്റായി മാറുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അറ്റാക്കൊക്കെ പോകുന്നതാണ്. അതിൽ അറ്റാക്കൊക്കെ പോകും. ഈ ബ്ലഡ് ഇങ്ങനെ കയറല്ലേ, സർക്കുലേഷൻ നടക്കുമ്പോഴേ മേലേക്ക് കയറുമ്പോ ആ വലി രക്തം തന്നെ ശുദ്ധിയായി പോകും. ബ്ലഡ് ക്യാൻസർ ഒന്നും തീരെ ഉണ്ടാവില്ല എന്നാ അസാലിമൊക്കെ എഴുതി വെച്ചത്. തീരെ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മീ ശരീൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് ഭയങ്കരാണ്. ഓ ഭയങ്കരാണ്. പിന്നെ അപ്പുറത്ത് തന്നെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന ഫീ ഖുലൂബിന്നാസ് എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? നാളെ ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാം. വസ്വാസ് വലിയ ഗൗരവമാണ്. വസ്വാസ് എന്നാണ് എല്ലാ കുലുമാലും ഉണ്ടാകുന്നത്. ഇന്ന് അതിന്റെ കാലമാണ്, വസ്വാസിന്റെ കാലം. എന്തിനോ ഏതിനും സംശയമാണ്. അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ, എങ്ങനെ സംശയം തന്നെയാണ്. അതെന്താ അങ്ങനെ തന്നെ, എങ്ങനെ സംശയം. ഇപ്പൊ അടുത്ത് വലിയൊരാളിനോട് പറഞ്ഞു, എനിക്ക് അള്ളഹാനോട് ഒരു സ്നേഹം വരുന്നില്ല, റസൂലിനോട് സ്നേഹം വരുന്നുണ്ട്. അവ എന്തെന്ന് വെച്ചാൽ റസൂൽ ഇങ്ങനെ കുറെ ത്യാഗവും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു, ഈ റസൂലിനെ തന്നത് ആരാന്ന് വെച്ചാൽ അയിമ കഴിഞ്ഞിലൊക്കെ. റസൂല് റഹ്മത്തുൽ ആലമീനാണ്. ഈ റഹ്മത്തുൽ ആലമീനായ മുത്തനബിക്ക് മുത്തനബിൻ്റെതായ റഹ്മത്ത് എന്തെങ്കിലും ഒന്നുണ്ടോ? ഹബീബാ നബിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് ധരിച്ചാൽ അപ്പ അവൻ അയ്യപ്പനാണ്, വെള്ളം ചേരാത്ത കാഫിറാണ്. ഇതാണ് നമ്മളെ അക്കീദ. ഞാൻ ഒന്നും കൂടി പറയാം. മുഹമ്മദ് മുസ്തഫാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ വിരല് ഇങ്ങനെ സ്വന്തം ഉയർത്താൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ഓൻ വെള്ളം ചേരാത്ത കാഫിറാണ്. പക്ഷെ ഈ ആളെ എവിടെ എത്തി? കാബ കൗസൈന്റെ പൊസിഷനിൽ എത്തിയ വേറെ കാര്യം. അതൊക്കെ അള്ളാഹ് ഉണ്ടായതാണ്.
മുത്തനബിക്ക് എന്താ ഉള്ളത്? അതൊക്കെ അള്ള കൊടുത്തതല്ലേ. അപ്പൊ ആത്യന്തികമായ സ്നേഹം അള്ളഹാനോടല്ലേ? ആത്യന്തിക സ്നേഹം അള്ളഹാനോട്, അത്യധികം സ്നേഹം മുഹമ്മദ് മുസ്തഫാനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഒഴിഞ്ഞു പോകൂല, ഒഴിഞ്ഞു പോകൂല. ഖന്നാസാണ്, ഒഴിഞ്ഞു പോകൂല. ഖന്നാസ് എന്ന് പറഞ്ഞോടുകൂടി മനസ്സിലായി, ഒഴിഞ്ഞു പോകൂല. ചില മഹാന്മാരെ അള്ളഹാനോട് ദ്വാരന്ന് ഇതൊന്ന് അറിയാനും കാണിച്ചു തരാനെന്ന് റൂഹുൽ ബയാൻ എന്നുള്ള തഫ്സീറിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അള്ളഹാനോട് ദ്വാക്ക് ഇജാബത്തുള്ള ആളുകൾ ഇബ്ലീസ് വരണമെന്ന് കാണിച്ചു തരണം. അപ്പൊ അവര് കണ്ടത് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലേക്ക് തുമ്പിക്കൈയേറ്റ് വരണമായിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ കൊളത്തിയേക്ക്, എന്നിട്ട് ഇങ്ങനെ മാന്തുക. അള്ളാന്നുള്ള ഇസ്മിൽ ഇവൻ ലയിച്ചോണ്ടിക്കോൻ തുമ്പിക്ക് എടുത്തിട്ട് ഓടും ചെയ്യും. കാരണം ദിക്ർ ശൈത്താനെ തീരെ പറ്റൂല. അതുകൊണ്ടല്ലേ ബാങ്ക് കൊടുക്കുമ്പോ ഓടുന്നത്. ഈ ബാങ്ക് കൊടുക്കുമ്പോ കുറുക്കന്മാര് നായ്ക്കളൊക്കെ കരീണങ്ങൾ കിട്ടണം. ബാങ്ക് കൊടുക്കുന്ന ആളെ കൂട്ടുകാരായതുകൊണ്ടല്ലേ. അത് ശരി, അന്റെ സൗണ്ട് ഇപ്പോഴാ കേട്ടെന്ന് വിചാരിച്ചിട്ട് കാര്യല്ലേ. ശൈത്താ ഓടണിട്ട് കാര്യമാണ്. കാരണം മനുഷ്യന്മാര് കാണൂല, ഓലൊക്കെ കാണുന്നുണ്ട്. അവല് ആ സമയത്ത് നിങ്ങൾ കണ്ടു. ആ സമയത്ത് പാട്ട് കടി വെക്കാണ് ഓടൂലല്ലോ. അല്ല, അഞ്ഞ് വേണമെങ്കിൽ മുപ്പരോട് ചോദിച്ചാൽ മതി, മുന്തനോട് ചോദിച്ചാൽ മതി. പാട്ടടി ഓടും ഇപ്പൊ. അല്ല, ആ സമയത്ത് വാങ്ങിന്റെ സ്ഥാനത്ത് പാട്ട് പാടണി ഓടുവോ? ഇല്ല, ഇപ്പൊ കണ്ണടച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചോദിച്ചത്. പാട്ട് പാടി ഓടൂല. വാങ്കാണ്ട് കേട്ടാൻ നിലം വിട്ട് ഓട്ടാണ് കാരണം ദിക്ർ പോകാൻ തീരെ പറ്റൂല. ഒരു കാര്യം ഇന്ന് തീരുമാനാക്കുക, ഖന്നാസിന്റെ ഷർറിൽ നിന്ന് അള്ളഹാനോട് നമ്മൾ കാവൽ തേടിയിട്ടുണ്ട്. പണിയെടുക്കണം. എന്താ പണി? ദിക്റിൽ മുഴുക തന്നെ. മിനല്ലാ ഇലല്ലാ മഅല്ലാ ബില്ലാ ലില്ലാ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വന്നത് മിനല്ലാ, പോണത് ഇലല്ലാ, നിൽക്കണത് ബില്ലാ, കൂടെ അള്ളാന്റെ സഹായം മഅല്ലാ. എന്നാ പിന്നെ ലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നിൽക്കേണ്ടത്. ഈ ഒരു പൊസിഷനിലെത്തിയാൽ പിന്നെ അവന് മാരിഫത്തിന്റെ മക്കാമ് കയറി. മാരിഫത്തിന്റെ മക്കാമ് കയറിയാൽ അറിയാതെ ശ്വാസം ദിക്റായി മാറും. പിന്നെ ഓനെ ഇബ്ലീസ് വല്ലാതെ സ്വീപ്പാക്കൂല. ഇനി എപ്പോഴെങ്കിലും സ്വീപ്പാക്കിയാലും ആ ചളിന്ന് കുളിച്ച് രക്ഷപ്പെടാനുള്ള ട്രിക്കൊക്കെ ഓൻ്റെ അടുത്തുണ്ടാവും. അത് അള്ളാഹ് അങ്ങോട്ട് തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടായത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് വാക്യം നമുക്ക് നാളെ പറയാൻ. തീരെ ഉറങ്ങിയിട്ടില്ല. രാത്രി 2 മണിക്കാണ് കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറിയത്. ഇവിടെ എത്തി. അപ്പോൾ ഉറങ്ങാൻ പേടിയായി. കാരണം ഉറങ്ങിയാൽ മിക്കവാറും ഷൊർണൂർ പോയി ഇറങ്ങും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഉറങ്ങാതെ അങ്ങാണ്ടിരുന്ന് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് കണ്ണിങ്ങനെ ചെറുതായിട്ട് പാളുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ പറയും ചെയ്യാൻ. സാധാരണ പറയുന്ന സമയമായില്ലേ അല്ലേ? അത് മതി. നമുക്ക് ക്ലാസ് അല്ല, നമുക്ക് ക്യാപ്സൂളാണ് ആവശ്യം. സുബീന്റെ ശേഷം ക്ലാസ്സിന് സമയമില്ലല്ലോ, ക്യാപ്സൂളുള്ളൂ. ഓരോ ഗുളിക കയറി അത്രേ ഉള്ളൂ. ആദ്യം ഞാൻ കുടിക്കണം, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഞങ്ങളും കുടിക്കുക, അത്രേ ഉള്ളൂ. അത് തലയിൽ കയറിയിട്ട് നടപ്പിലാക്കിയ ആഖിറത്തിൽ നല്ല ഉപകാരം കിട്ടും, ദുനിയാവിലും കിട്ടും. ഇതുവായിരുന്ന ഏതാ അവിടെ ഇതുവായിരുന്നിട്ട് ഉത്തരം കിട്ടാത്തത്? നമ്മളെ കഴിവൊന്നുമല്ലല്ലോ അത്. മിഞ്ഞാന്നൊരു കുട്ടിക്ക് വേണ്ടി ഇതുവായിരുന്നു, 1/2 മണിക്കൂർ കൊണ്ട് ഉത്തരം കിട്ടി. ഇപ്പൊ ഇന്ന് മാമുട്ടേക്ക് എന്നോട് പറഞ്ഞു, ഇതാ മാമുട്ടേക്കോട്ട് ഇരിക്കുന്നത്. ഇന്ന ആളിനോട് പറഞ്ഞു, ഇന്നെ ജാക്കിടാൻ പറഞ്ഞാണെന്ന് അറിയില്ല. എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് മൂപ്പരത്തേര കിഡ്നിന്റെ ഉള്ളിലുള്ള കല്ല് മൊത്തം വായത് സുബീക്കോടെന്ന് വാരുന്നിട്ടാണെന്ന് പറയുന്നത്. എവിടെ മാമുട്ടേക്ക് ഇല്ല പറഞ്ഞില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനല്ലേ പറഞ്ഞേ? അതല്ലേ പറഞ്ഞു. എന്നിട്ട് അതിന് ചായ ഒന്നും തന്നില്ല നിങ്ങൾ. ആയിക്കോട്ടെ, അള്ളാഹു ഖൈറുമാർക്കൊന്നും ചെയ്യട്ടെ. അങ്ങനെ തമാശാക്കി കേട്ടാ, തമാശാക്കാൻ ഒരാൾ വേണല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അൽഹംദുലില്ലാഹ്. ഇന്ന് ചായയും ചീരിനി നമ്മളെ കാദറാജിന്റെ അബ്ബാസ് ഹാജിന്റെയും വകയാണ്. എന്നാൽ ഓലമ്മയും വാപ്പിയൊക്കെ ഖബറിലാണ്. അതിനു വേണ്ടിയല്ലേ നിങ്ങളെ നിയ്യത്ത് ചെയ്ത്? അമ്മോ മരിച്ചു. ആ അമ്മോനക്കും ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ആയിട്ട് നിയ്യത്ത്. എല്ലാവർക്കും കൂടി വേണ്ടിയില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ മരിച്ചുപോയ അമ്മോന്റെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ഖബർ വിശാലായി കൊടുക്കട്ടെ, പ്രകാശമായി കൊടുക്കട്ടെ, സൗഗന്ധികമായി കൊടുക്കട്ടെ, അനുഗ്രഹത്തിന്റെ ആരാമായി കൊടുക്കട്ടെ, എല്ലാ അദാബുകളിൽ നിന്നും അള്ളാഹു മുക്തായി കൊടുക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്.
അള്ളാഹുവെ അവരിൽ നിന്ന് വിട വാങ്ങി അമ്മോന്റെ ഖബറിലേക്ക് എത്തിച്ച് ആ ഖബറിന് സന്തോഷമായി കൊടുക്കണേ അല്ലാഹ്. വാപ്പ ഉമ്മ, ഞങ്ങളെ വാപ്പ ഉമ്മ പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഉമ്മിനിങ്ങളും ഇതിനകത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല. ഇന്നലെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കാര്യം എങ്ങനെ എന്തിച്ചു നമുക്കറിയില്ലല്ലോ എന്താ അവരെ അവസ്ഥ എന്ന്. അള്ളാഹു തആല എല്ലാവർക്കും ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു എന്തെങ്കിലും അദാബ് അവർക്ക് അവൻ്റെ അധികാരം കൊണ്ട് കൊടുക്കുന്നുവെങ്കിൽ അവൻ്റെ ഔദാര്യം കൊണ്ട് അത് ഒഴിവാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ സന്തോഷദായകമായ ദിനം നമ്മുടെ മൗത്തിന്റെ ദിനമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസ്, ഉജ്ബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്തൊക്കെ ഒഴിവാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് എന്തെങ്കിലും മാരക രോഗങ്ങളോ അതിൻ്റെ സാധ്യതകളോ ലക്ഷണങ്ങളോ വൈറസോ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നീക്കി തരട്ടെ. എല്ലാ കീടങ്ങളും അള്ളാഹു ഒരുക്കി തരട്ടെ. എല്ലാ വൈറസുകളും അള്ളാഹു പോക്കി തരട്ടെ. ബ്ലോക്കുള്ളവർക്ക് അള്ളാഹു നീക്കി തരട്ടെ. ക്യാൻസറിന്റെ ലക്ഷണം സാധ്യത പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരാൾ ശ്വാസം തോർക്കാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അള്ളാഹു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ, സലാമത്തായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്യാൻസർ കൊണ്ട് തളരുന്നവരിൽ നമ്മൾ എല്ലാവരെയും പെടുത്താതിരിക്കട്ടെ. അള്ളാഹു അറ്റാക്ക് കൊണ്ട് കുടുങ്ങുന്നവരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. നമ്മളിൽ ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിലും സമയത്തിലും സന്താനങ്ങളിലും തീരുമാനങ്ങളിലും കച്ചവടത്തിലും കടലിലും കരയിലും അധ്വാനത്തിലും വിയർപ്പിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മൻസൂർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അതിശക്തമായ കഫം കെട്ടു ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങളായി കഷ്ടപ്പെടുന്ന ഒരാൾ ഈ സാസിലിൻ്റെ ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു തആല ശിഫായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും ഭേദമില്ല. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവേ നീ എന്താണെങ്കിലും ശിഫായി കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വസ്ഥതയും സലാമത്തും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.